ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 10 വാച്ചുകൾ. അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും വിലയുള്ള 10 വാച്ചുകൾ ഏതൊക്കെ എന്നാണ്. അപ്പോ സമയം വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ 10ാമതായിട്ട് വരുന്നത് പാടക് ഫിലിപ്പിന്റെ റഫറൻസ് 150 118 എന്ന മോഡലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച പാടക് ഫിലിപ്പിന്റെ ഈ വാച്ചാണ് ഏറ്റവും വിലയുള്ള വാച്ചുകളിൽ 10ാമത്തെ സ്ഥാനത്തുള്ളത്. വെറും 4 മോഡലുകളിലായി ആകെ 281 മാത്രമാണ് ഈ വാച്ച് ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളൂ. നിലവിലെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം $11 മില്യൺ അഥവാ 104 കോടി രൂപയോളമാണ്. 9ാമതായിട്ട് വരുന്നത് റോളക്സിന്റെ ഡെറ്റോണ റഫറൻസ് 6239 എന്ന മോഡലാണ്. ഒരു ഐക്കോണിക് സൈലൻസിൽ സ്റ്റീൽ മാനുവൽ വിൻ ക്രോണോഗ്രാഫ് ഉപയോഗിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ എക്സോട്ടിക് വൈറ്റ് അൾട്രാ കളർ ഡയൽ, പമ്പ് പുഷറുകൾ, ഒരു ടാക്കിമീറ്റർ സ്കെയിൽ എന്നീ ഫീച്ചറുകളും ഇതിലുണ്ട്. അവസാനമായി ഈ വാച്ചിന്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം $17 മില്യൺ അഥവാ 161 കോടി രൂപയോളമാണ്. 8ാമതായിട്ട് വരുന്നത് ജേക്കബ് ആൻഡ് കമ്പനിയുടെ ഏറ്റവും വിലയുള്ള ബില്യണയർ വാച്ച്. പേര് പോലെ തന്നെ ഇതൊരു അൾട്രാ ആഡംബര വാച്ചാണ്. എക്സ്ട്രീം ഡയമണ്ട് കൗണ്ടുകൾ, സ്കെലിറ്റൻ നൈറ്റ്സ് ടൂർ ബില്യൺ എന്നിവക്ക് പേര് കേട്ട ഒരു വാച്ച് കൂടിയാണിത്. $20 മില്യൺ അഥവാ 190 കോടി രൂപയോളമാണ് ഇത്തരമൊരു വാച്ചിന്റെ വില എന്ന് പറയുന്നത്. 7ാമതായിട്ട് വരുന്നത് പാടക് ഫിലിപ്പിന്റെ ഹെൻറി ഗ്രേവ്സ് സൂപ്പർ കോംപ്ലിക്കേഷൻ. 18 കാരറ്റ് സ്വർണം കൊണ്ടാണ് ഇതിന്റെ പുറം ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ 7 വർഷം സമയമെടുത്താണ് പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച ഒരു ടൈം പീസ് കൂടിയാണിത്. 2014 നടന്ന ഒരു ലേലത്തിൽ ഇത് വിറ്റ് പോയത് $24 മില്യൺ അഥവാ 228 കോടി രൂപക്കാണ്. 6ാമതായിട്ട് വരുന്നത് ചോപ്പർഡ് കമ്പനിയുടെ 201 കാരറ്റ് വാച്ച്. ആദ്യം തന്നെ ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $25 മില്യൺ അഥവാ 237 കോടി രൂപയോളമാണ്. ഈ വാച്ചിന്റെ ഏറ്റവും ആകർഷണീയമായ ഭാഗം ഇതിന്റെ പുറത്ത് കാണുന്ന 291 കാരറ്റ് വജ്രമാണ്. പിങ്ക്, നീല, വെള്ള, മഞ്ഞ എന്നീ തുടങ്ങി 874ഓളം വരുന്ന വജ്രങ്ങൾ ചേർത്താണ് ഇതിന്റെ പുറം ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 5ാമതായിട്ട് വരുന്നത് ജെയ്ക്കർ കമ്പനിയുടെ ലെക്കോൾട്ര ജോയിലറ്റി 101 മാഞ്ചറ്റ്. ഒരു അൾട്രാ എക്സ്ക്ലൂസീവ് രഹസ്യ വാച്ചാണിത്. വെളുത്ത സ്വർണം, 100 കണക്കിന് ചെറിയ വജ്രങ്ങൾ, അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ ടൈമിംഗ് മൂവ്മെന്റ് എന്നിവയൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഇതിന്റെ വില എന്നത് $26 മില്യൺ അഥവാ 247 കോടി രൂപയോളമാണ്. 4ാമതായിട്ട് വരുന്നത് ബെഗ്രറ്റ് ഗ്രാൻഡ്സ് കോംപ്ലിക്കേഷൻ റഫറൻസ് 160 മാരി ആന്റോനൈറ്റ്. നിലവിൽ നമ്മുടെ ലോകത്ത് ഏറ്റവും വിലയുള്ള പോക്കറ്റ് വാച്ചാണിത്. 44 വർഷത്തിലധികം സമയമെടുത്താണ് ഇത്തരം ഒരു ടൈം പീസ് പൂർണ്ണമായും നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന്റെ ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് $30 മില്യൺ അഥവാ 285 കോടി രൂപയോളമാണ്. 3ാമതായിട്ട് വരുന്നത് പാടക് ഫിലിപ്പിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ചൈം. ഒരു അതുല്യമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ റീസ്റ്റ് വാച്ചാണിത്. ഇതുവരെ വിറ്റഴിച്ചതിൽ വെച്ച് ഏറ്റവും വിലയേറിയ റീസ്റ്റ് വാച്ചായിട്ടാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത്. ഏകദേശം ഇതിന്റെ വില എന്ന് പറയുന്നത് $31 മില്യൺ അഥവാ 294 കോടി രൂപയോളമാണ്. 2ാമതായിട്ട് വരുന്നത് ഗ്രാഫ് ഡയമണ്ടിന്റെ ദ ഫാസിനേഷൻ. ആദ്യം തന്നെ ഇതിന്റെ മൂല്യം വില പറയുകയാണെങ്കിൽ ഏകദേശം $40 മില്യൺ അഥവാ 380 കോടി രൂപയോളമാണ്. 152 കാരറ്റ് നേർത്ത വെളുത്ത വജ്രങ്ങൾ കൊണ്ടാണ് ഇതിന്റെ പുറം ഭാഗം മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 38 കാരറ്റോളം വരുന്ന ഡിഫ്ലൻസ് വിയർ ഷേപ്പിലുള്ള ഒരു വജ്രവും ഇതിന്റെ നടുഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതിനപ്പുറം ഈ വാച്ച് വേർപ്പെടുത്തി ഒരു മോതിരമായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. 1ാമതായിട്ട് വരുന്നത് ഗ്രാഫ് ഡയമണ്ടിന്റെ ഹാലൂസിനേഷൻ എന്ന മോഡലാണ്. ഗ്രാഫ് ഡയമണ്ടിന്റെ തന്നെ മറ്റൊരു അതുല്യമായ കോർട്ടസ് റിസ്റ്റ് വാച്ചാണിത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ വാച്ചായി ഇതിനെ കണക്കാക്കുന്നു. 110 കാരറ്റിലധികം വരുന്ന ഫാൻസി വിവിഡ് യെല്ലോ, ഇന്ത്യൻസ് പിങ്ക്, ഇന്ത്യൻസ് ബ്ലൂ, ഇന്ത്യൻസ് ഗ്രീൻ, ഇന്ത്യൻസ് ഓറഞ്ച് എന്നീ കളറുകളുള്ള വജ്രങ്ങൾ കൊണ്ടാണ് ഇതിന്റെ പുറം ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. അവസാനമായി ഇതിന്റെ മൂല്യം വില പറയുകയാണെങ്കിൽ ഏകദേശം $55 മില്യൺ അഥവാ 523 കോടി രൂപയോളമാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ ഇന്റർനെറ്റിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ചാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.